ഇന്നത്തെ ചിന്താവിഷയം എയർ മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ബോഡിക്ക് ചുറ്റും ഞാൻ പറയുന്നത് ഉണ്ടെന്നാണ്. അതുപോലെ ഏതൊരു സാധനത്തിന് ചുറ്റും ഒരു എയർ മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടാകും. നമ്മൾ മാഗ്നറ്റ്സിനകത്ത് ഉണ്ടാകുന്ന പോലെ ഒരു ഫ്ലെക്സ് ഉണ്ടാകും. ഈ കോപ്പർ വയറിനകത്തൊക്കെ ചുറ്റി വെച്ചിട്ടില്ലേ, അതിനൊരു ഇതുണ്ട്, എയർ ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചുറ്റും എയർ ഫ്ലക്സ് ഉണ്ട്. ഏത് സാധനത്തിന് ചുറ്റും ഒരു എയർ ഫ്ലക്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളൊരു കമ്പ് എടുത്തിട്ട് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒത്തിരി പ്രാവശ്യം കൗണ്ട് കൂടുതൽ ഷേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും ഹീറ്റാവും, സ്റ്റിക്കും ഹീറ്റാവും. അങ്ങനെ ഹീറ്റാവുന്നുണ്ടെങ്കിൽ അത് എയർ മാഗ്നറ്റിക് ഫ്ലെക്സ് ചൂടാവുന്നതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ എക്സസൈസ് ചെയ്തിട്ട് നിൽക്കുക. കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വേർക്കും. ആ ബോഡി വേർക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എയർ മാഗ്നറ്റിക് ഫ്ലക്സ് ഹീറ്റാകും. നമ്മൾ ഈ നമ്പർ ഓഫ് ടൈംസ് കൂട്ടി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള എയർ മാഗ്നറ്റിക് ഫ്ലക്സ് ചൂടാകും. അത് നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ വേർക്കും എന്നാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ ചോദിക്കും. റെജി മാത്യു. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ റെജി IPS. വേറെ ചാനൽ കൂടെ ഉണ്ട്, റെജി മാത്യു പൊണ്ട്രെ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിച്ച് തള്ളാം, പക്ഷേ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ചൈന ഓൾറെഡി അക്സെപ്റ്റഡ് my inventions, accepting by some countries, not NASA. My no gravity also accepted by other countries, not NASA. നാസയ്ക്കും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്ന എല്ലാ ഇൻവെൻഷൻസും ശരിയാണ്. എല്ലാം എന്ന് പറയണ്ടല്ലേ, ചിലപ്പോൾ മിസ്റ്റേക്ക് സയൻറ്റിസ്റ്റിനായാലും മിസ്റ്റേക്ക് വരാം. അങ്ങനെ എല്ലാം ശരിയാവണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റല്ലേ? ഞാനൊരു മ്യൂസീഷ്യൻ, എല്ലാ പാട്ടും ഹിറ്റാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? എല്ലാ പാട്ടും കേൾക്കാൻ രസമുള്ളതാണെന്നും തോന്നുന്നത് തെറ്റല്ലേ? ഇപ്പോൾ എൻ്റെ പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ see the playlist of my all channels. See the description of my YouTube channel. Thank you for watching.